ജീവിതത്തിൽ അടിക്കടി വന്ന പരാജയങ്ങൾ ഞങ്ങളെ ആകെ തകർത്ത് കളഞ്ഞു. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അടിക്കടി വന്ന പരാജയങ്ങൾ തകർത്ത് കളയാൻ കാരണം എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അത് പരാജയപ്പെട്ടു, അത് അവിടെ വിട്ടു. പിന്നെ വേറൊരു ഫീൽഡിലേക്ക് മാറി, അത് പരാജയപ്പെട്ടു, അത് അവിടെ വിട്ടു. അങ്ങനെ ഓരോന്നും മാറി മാറി ചവിട്ടുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച മാതിരി, തോമസ് എഡിസൺ പറഞ്ഞ മാതിരി, പരാജയപ്പെട്ടത് അത് വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി, കണ്ടുപിടിക്കാനുള്ള ഒരു ഊർജ്ജത്തോടുകൂടി പുതിയതായിട്ടൊരു പരിശ്രമം നടത്താനായിട്ട് അവരാരും തുനിഞ്ഞിട്ടില്ല. ഒന്ന് തുനിഞ്ഞു, അതവിടെ വിട്ടു, വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെയല്ല. കൺഫ്യൂഷ്യസ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് വന്ന നമ്മുടെ ഗ്ലോറി, മഹത്വം എന്ന് പറയുന്നത് പരാജയപ്പെടുമ്പോൾ തകർന്നു പോകുന്നതല്ല, ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവിടെ നിന്നും നമ്മൾ എഴുന്നേൽക്കുന്നതാണ്. അതിനകത്താണ് മഹത്വം പറയുന്നത്. ഗ്ലോറി ഈസ് നോട്ട് ഇൻ നെവർ ഫെയിലിംഗ്, ഒരിക്കലും പരാജയപ്പെടാതിരിക്കുന്നതിലല്ല. അതാണ് എൻ്റെ കറക്റ്റ് കൊട്ടേഷൻ. ഗ്ലോറി ഈസ് നോട്ട് ഇൻ നെവർ ഫെയിലിംഗ് ബട്ട് റൈസിങ് എവറി ടൈം വി ഫോൾ. വീഴുമ്പോഴെല്ലാം എഴുന്നേക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിൻസ്റ്റൺ ചർച്ചിൽ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ വിജയവും ഫൈനലല്ല, പരാജയവും ഫൈനലല്ല. അത് അന്തിമമായിട്ടുള്ളത് ദ കറേജ് ടു കണ്ടിന്യൂ. വിജയിച്ചിടത്തു നിന്നും അല്ലെങ്കിൽ പരാജയപ്പെട്ടിടത്തു നിന്നും മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓരോ തവണയും വിട്ടുകളഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിൻ ആണ്. വിജയിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ മിസ് ചെയ്യുന്നത് ഒരു പരിശ്രമം നടത്താതിരുന്നത്. അപ്പോൾ പരിശ്രമിച്ച് മുന്നേറാൻ സാധിക്കുന്നതിന് മാത്രമേ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് വിജയം ഉണ്ടാവുള്ളൂ. ഹെൻറി ഫോർഡിൻ്റെ ഒരു ചിന്ത കൂടി ഈ കൂട്ടത്തിൽ ചേർക്കുന്നുള്ളതാണ്. ഹെൻറി ഫോർഡ് പറയുന്നത് ഫെയിലിയർ ഈസ് സിംപ്ലി ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിഗിൻ അഗൈൻ. ഒന്നുകൂടി നമുക്ക് പുതിയതായിട്ട് ആരംഭിക്കാനായിട്ടുള്ള ഒരവസരമാണ്. ബട്ട് ദിസ് ടൈം മോർ ഇൻ്റലിജൻ്റ്ലി, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം മോർ ഇൻ്റലിജൻ്റ്ലി. നമ്മൾ പരാജയപ്പെട്ട എന്ന് തോന്നുന്ന ഓരോ അവസരവും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നുകൂടി ആരംഭിക്കാനായിട്ടുള്ള, എങ്ങനെ ആരംഭിക്കണം? പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ കൂടുതൽ ബുദ്ധിപരമായ രീതിയിൽ കൂടുതൽ നന്നായി, കൂടുതൽ ബുദ്ധിപരമായി, മോർ ഇൻ്റലിജൻറ്റ് ആയിട്ട് ആരംഭിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഈ ഉണ്ടാകുന്ന പരാജയങ്ങളെ കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ തിരിച്ചടികളെ കാണാൻ സാധിച്ചാൽ, നമുക്ക് തിരിച്ചടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. തിരിച്ചടിയിൽ നമ്മൾ തളർന്നാൽ തിരിച്ചടിക്കാനായിട്ടുള്ള ഊർജ്ജം നമുക്ക് കിട്ടില്ല. ഓരോ തിരിച്ചടിയും തിരിച്ചടിക്കാനായിട്ടുള്ള ഊർജ്ജമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അതിനെ സമീപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാനായിട്ടാവും. നേരിടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരിടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓളത്തിൽ തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒഴുക്കിൽ താഴേക്ക് പോകുന്നത്. നേരെ മറിച്ച് ഒഴുക്കിനെ നേരിട്ടും ഓളത്തെ അതിജീവിച്ചും നമുക്ക് നിൽക്കാനായാൽ മുന്നോട്ട് പോകാനായിട്ട് ഉഴഞ്ഞു തുഴയാൻ പറ്റും. തുഴഞ്ഞു മുന്നോട്ട് പോകാനാണ്, നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനാണ്. അഡ്രസ് ആൻഡ് ദെൻ ഗോ ഫോർവേഡ്. അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മുടെ വിളി. ആ വിളിക്കാണ് ഉത്തരം കൊടുക്കേണ്ടത്. കാരണം ഓരോ തവണയും നമുക്ക് കിട്ടുന്ന ഊർജ്ജമാണ്. ഈ തിരയിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും. കാരണം ആ ഓരോ തവണ തിര പിൻവാങ്ങുമ്പോഴും ഒരു ഊർജ്ജമാണ് അതിൽ നിന്നും നമുക്ക് നത്തിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ തിരിച്ചടികളോ അല്ലെങ്കിൽ പരാജയങ്ങളോ നമുക്ക് തരുന്നത് പുതിയ ഊർജ്ജമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി, ആ പുതിയ ഊർജ്ജത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയിക്കും. കാരണം വിജയം ആത്യന്തികമായിട്ട് നമ്മുടേത് തന്നെയാണ്. വിജയിച്ചേ നമ്മുടെ ജീവിതം തീരുകയുള്ളൂ. പരാജയപ്പെട്ട് വിട്ടുകൊടുക്കലല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.